ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വളരെ ക്രീമി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഐസ്ക്രീമാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമ്മൾക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമുക്കറിയാം ഐസ്ക്രീമിനകത്തൊക്കെ വളരെയധികം മായം ചേരുന്ന ഒന്നാണ്. എന്നാലും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഐസ്ക്രീം എന്തായാലും മേടിക്കും. ഒരുപാട് മായം ഐസ്ക്രീമുകൾ കടകളിലൊക്കെ ചേർക്കാറുണ്ട്. സോപ്പ് പൊടി വരെ ചേർക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഐസ്ക്രീം, ഇങ്ങനെ മായം ചേർന്ന ഐസ്ക്രീം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുമ്പം ഒരു വിഷമമല്ലേ നമുക്ക്. എന്നാൽ ഇങ്ങനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരുപാട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പല പ്രാവശ്യം മിക്സിയിൽ അടുക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാലെടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് 250 ml കപ്പ്. അപ്പോൾ ഇതിൻ്റെ അളവിനനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതേ കപ്പിന് 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതായത് 125 ml ഷുഗർ. നമ്മൾ ഏത് കപ്പിനാണോ പാലെടുക്കുന്നത് അതിൻ്റെ ആ കപ്പിൻ്റെ പകുതി കപ്പ് ഷുഗറാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കോൺഫ്ലവറാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കോൺഫ്ലവറും ഷുഗറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കോൺഫ്ലവർ നന്നായിട്ട് പാലുമായിട്ട് ചേർന്ന് വരണം. അതുവരേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരേക്കും ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാല് കോൺഫ്ലവർ ചേർത്ത് കുറുക്കുമ്പോൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകിച്ച് അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് കൈ ഇടവിടാതെ നന്നായിട്ട് പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് തിളയ്ക്കുന്ന സമയം മാത്രം മതി. ഒരുപാട് സമയമൊന്നും കുറുകി പറ്റിക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ഇത് അങ്ങ് കുറുകിക്കോളും. എന്നിട്ട് ഇത്രയും മതി. അപ്പോൾ ഇവിടെ നമ്മുടെ പാല് കുറുകി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും. അത്രയും മാത്രം മതി. പക്ഷേ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നല്ല ചൂട് കൊട്ടിയുള്ള പാത്രത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നോൺ സ്റ്റിക്ക് പാത്രമാണ് കൂടുതൽ നല്ലത്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ പാലെടുത്ത അതേ കപ്പിന് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ചിൽഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ എപ്പോഴും തണുപ്പിച്ചിട്ടെടുക്കുക. ഫ്രിഡ്ജിലാണല്ലോ നമ്മൾ സൂക്ഷിക്കുക എപ്പോഴും വിപ്പിംഗ് ക്രീമൊക്കെ. അപ്പം നല്ല തണുത്ത വിപ്പിംഗ് ക്രീം 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. കേക്കിനാവുന്ന പോലെ അത്രയ്ക്ക് കട്ടിയായില്ലേലും കുഴപ്പമില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഹൈ സ്പീഡിൽ വെച്ച് തന്നെ നമുക്കത് നന്നായിട്ട് ഒന്നുകൂടെ വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രം മതിയാവും. നമുക്ക് വിപ്പിംഗ് ക്രീം ഇത്രയും പാകമായാൽ മതി.
ഇനി ഇതിലേക്ക് സ്ട്രോബെറി സിറപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മാർക്കറ്റിൽ ഈസിലി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. സ്ട്രോബെറി സിറപ്പ് എന്ന് പറഞ്ഞ് മേടിക്കാനായിട്ട് കിട്ടും. അത് 2 ടേബിൾ സ്പൂൺ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതിയാവും. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു നല്ലൊരു സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും ഒരു കളറും ഒക്കെ കിട്ടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും കോൺഫ്ലവറും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്പാച്ചിലോട്ട് വേണമെങ്കിലും മിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇത്ര മാത്രം മതി. നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീമിനുള്ള മിക്സിൻ്റെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് പതഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പണി. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടച്ച് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഐസ്ക്രീമാണ്. ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് എടുത്ത് കാണിക്കാം. വളരെ ഈസിയായിട്ട് നമ്മൾക്ക് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പം നോക്കിക്കേ, നമുക്ക് കണ്ടാൽ തന്നെ അറിയത്തില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീമിന്. അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. സാധാരണ ഐസ്ക്രീം എന്ന് പറയുമ്പോഴും നമ്മൾ പല പ്രാവശ്യം 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ മിക്സിയിലിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് വീണ്ടും വീണ്ടും അടിച്ചാണ് എടുക്കുക. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഈ ഒരു ഐസ്ക്രീമിന് വളരെ പെട്ടെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ അത്രമാത്രം ഈസിയാണ് ഈ ഒരു ഐസ്ക്രീം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിലും ക്രഷ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് നമ്മൾ ഉപയോഗിച്ചില്ലേ, അത് തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ കഴിക്കാനും ഇടയ്ക്കൊന്ന് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതൊന്നും അല്ല എടുത്താൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ബിസ്ക്കറ്റ് കാണുമല്ലോ. അപ്പം ഞാൻ കുറച്ച് ക്രീം ബിസ്ക്കറ്റാണ്, കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കാണുമല്ലോ, അപ്പം ക്രീം ബിസ്ക്കറ്റാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു കാണാനൊരു ഭംഗിയൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു നിർബന്ധവും ഇല്ല. ഇതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം. വളരെ ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഈസിയാണ്, എത്രമാത്രം ടേസ്റ്റിയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. അപ്പം ഈ ചൂട് കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ആയാലും നമുക്കായാലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർക്കുമല്ലോ. അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.